അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ദുനിയാവിൽ ഒരുപാട് സൗകര്യങ്ങളും ഒരുപാട് അനുഗ്രഹങ്ങളും ഒരുപാട് ആസ്വാദനങ്ങളും അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ പുണ്യമായ ആസ്വാദനവും സൗകര്യവും എല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകിയിട്ടുള്ളത് അത് വേണ്ടതുപോലെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നതിനെ നമ്മൾ നിരാകരിക്കാൻ പാടില്ല, നമ്മൾ അതിനെ ഒഴിവാക്കാൻ പാടില്ല. നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എന്തായാലും നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ടതുമാണ്. അതിനെയും നമ്മൾ ഒരിക്കലും തന്നെ നിസ്സാരമാക്കാൻ പാടില്ല. എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ 11ാമത്തെ ദിവസത്തിൽ എന്റെ പ്രിയമുള്ളവരെ ഒരുപാട് നന്മകൾ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്തിട്ട് പിരിയാം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ 11ാമത്തെ ദിനം എന്ന് പറയുന്നത് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രിയമുള്ളവരെ വളരെയധികം നമ്മൾ അല്ലാഹുവിലേക്ക് അടുക്കേണ്ട, പടച്ച തമ്പുരാനെ മനസ്സിലാക്കേണ്ട, അല്ലാഹുവിന്റെ വളരെയധികം മഹത്വങ്ങളെ കൊണ്ട് തന്റെ ജീവിതത്തെ ധന്യമാക്കേണ്ട പവിത്രമായ രാവുകളാണ്, ദിവസങ്ങളാണ് എന്ന് നമുക്കറിയാം. 9 കഴിഞ്ഞു, 10 കഴിഞ്ഞു, ഇന്ന് പവിത്രമായ 11ാമത്തെ ദിനത്തിലാണ് നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ജീവിതത്തിൽ പറഞ്ഞ നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട, നമ്മൾ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ ചർച്ച നടത്തി. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്തിട്ട് പിരിയുകയാണ്. അല്ലാഹു തആല മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതാ മഹാനവറുകൾ തന്റെ ജീവിതത്തിൽ നമ്മോട് പറയുകയാണ്, നിന്നോട് ആരെങ്കിലും മറ്റൊരാളെ കുറിച്ചിട്ട് യേശുവിനെ പറയുന്നത് കൊണ്ട് കടന്നു വന്നാൽ ആ കടന്നു വരുന്ന ആളുണ്ടല്ലോ അവൻ നിന്നെ കുറിച്ചും മറ്റൊരാളോട് പോയിട്ട് നിന്നെ കുറിച്ചും ഈപത്തും മേശനയും അവന് പറയുന്നവനാണ് എന്ന് നീ മനസ്സിലാക്കണേ. നിന്റെ മുമ്പിലേക്ക് മറ്റൊരാളെ കുറിച്ചിട്ടോ, നിന്റെ കൂട്ടുകാരനെ കുറിച്ചിട്ടോ, നിന്റെ അയൽവാസിയെ കുറിച്ചിട്ടോ, നിന്റെ കൂടെപ്പിറപ്പിനെ കുറിച്ചിട്ടോ ആരെങ്കിലും കടന്നു വന്നിട്ട് നിന്നോട് അവന്റെ നമീമത്ത് പറഞ്ഞാൽ, അവനെ കുറിച്ചിട്ട് യേശുവിനെ പറഞ്ഞാൽ, നീ ഒരു കാര്യം മനസ്സിലാക്കണേ, നീ ഒരു കാര്യം അവിടുന്ന് മനസ്സിലാക്കണേ. നിന്നെ കുറിച്ചുണ്ടല്ലോ അവൻ മറ്റൊരാളോടും അതുപോലെ പോയിട്ട് പറയുന്നുണ്ടോ? നീ ചെയ്ത കാര്യങ്ങളോ, നീ പറഞ്ഞ കാര്യങ്ങളോ, നിന്റെ ജീവിതത്തിൽ നീ കണ്ടുപോയിരുന്ന കാര്യങ്ങളോ നീ ആരോടും പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ മറ്റൊരാളോട് അവനോട് പറഞ്ഞിട്ടുണ്ടാകാം. ഇതെല്ലാം എടുത്തിട്ട് മറ്റൊരാളോട് പോയിട്ട് അവന് പറയുമല്ലോ. അതുകൊണ്ട് നിന്റെ മുമ്പിലേക്ക് മറ്റൊരാളെ കുറിച്ചിട്ടോ നമീമത്ത് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്ന ആളുകളുണ്ടല്ലോ, അങ്ങനത്തെ ആളുകളെ നീ സൂക്ഷിക്കണേ, അവരെ നീ അടുപ്പിക്കല്ലേ. വീണ്ടും അതാ മഹാനവറുകൾ അവിടുന്ന് പറയുകയാണ്, നിന്റെ മുമ്പിലേക്കെങ്ങാനും പടച്ചുറബേ മറ്റുള്ളവരുടെ കുറ്റം നിന്നോട് പറയുന്നുണ്ടെങ്കിലോ, അതാ നിന്റെ കുറ്റം വന്നിട്ട് മറ്റൊരാളുടെ കുറ്റം വന്നിട്ട് നിന്റെ മുമ്പിൽ വന്നിട്ട് പറയുന്നുണ്ടെങ്കിലോ, നിന്നെ കുറിച്ചും നാളെ പോയിട്ടോ നിന്നെ കുറിച്ചും മോശത്തരമായ കാര്യങ്ങളായിട്ടോ അവർ മറ്റുള്ളവരോട് പറയുമല്ലോ. അങ്ങനത്തെ ആളുകളൊക്കെ അതിന് കഴിയുകയുള്ളൂ. നമ്മുടെ മുമ്പിൽ വന്നിട്ട് മറ്റുള്ളവരെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിലോ, മോശത്തരങ്ങൾ പറയുന്നുണ്ടെങ്കിലോ അവനെ നിങ്ങൾ സൂക്ഷിക്കണേ. നമ്മൾ വിചാരിക്കുമല്ലോ
അവര് എന്നെ കുറിച്ചിട്ട് പറയുന്നില്ല. ഞാൻ പറയുന്നത്, ഞാൻ കരുതുന്നത്, ഞാൻ ചിന്തിക്കുന്നത് ഇതൊന്നും അവന് മോശമായിട്ട് മറ്റൊരാളോട് പറയുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. മറ്റൊരാളെ കുറിച്ചിട്ട് നമ്മുടെ മുമ്പിൽ വന്നിട്ട് പറയുന്നുണ്ടെങ്കിലോ, മറ്റൊരാളെ കുറിച്ചിട്ട് നമ്മുടെ മുമ്പിൽ വന്നിട്ട് പറയുന്നുണ്ടെങ്കിലോ, അവരതാ നമ്മെ കുറിച്ചിട്ടും മറ്റൊരാളോട് പറയാൻ അവിടെ നിന്ന് മടി കാണിക്കുന്നില്ലല്ലോ, അവിടെ നിന്ന് മടി കാണിക്കുന്നില്ലല്ലോ. നമ്മെ കുറിച്ചും മോശത്തരമായിട്ട് മറ്റുള്ളവരോട് പറയുമല്ലോ. ജീവിതത്തിൽ പടച്ചു തമ്പുരാൻ ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള കാര്യവും അത് തന്നെയാണ്. പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അല്ലാഹുവേ പടച്ചു റബ്ബേ, ദുനിയാവില് പ്രശ്നങ്ങൾ ഉണ്ടാക്കാന്, കുടുംബത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കാന്, കുടുംബത്തിനിടയിൽ തർക്കങ്ങൾ സൃഷ്ടിക്കാന്, അതാ നമ്മൾ ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞതും പറയാത്തതും മറ്റുള്ളവരുടെ മുമ്പിൽ പോയിട്ട് പറഞ്ഞിട്ട് അല്ലാഹുവേ ദുനിയാവിലെ സമൂഹത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന എത്രയോ ആളുകളുണ്ടെന്നറിയോ. എന്നിട്ട് കൈകൊട്ടിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകളോട് നമ്മൾ കൂട്ടുകൂടാൻ പാടില്ല. നമ്മുടെ സംസാരം അങ്ങനത്തെ ആളുകളോട് നമ്മൾ കുറക്കണേ. അങ്ങനത്തെ ആളുകളോട് നമ്മൾ ഒരിക്കലും തന്നെ നമ്മൾ കൂട്ടുകൂടാൻ പാടുള്ളതല്ല. എന്റെ പ്രിയമുള്ളവരെ എന്ന മഹാനവറുകള് അവിടെ നിന്ന് പഠിപ്പിക്കുകയാ. അതേപോലെ തന്നെ മഹാനായ അബൂ ഹാമിദിനിൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അതാ അവിടുന്ന് മഹാനവറുകൾ പറയുന്നതായിട്ട് കാണാം. മഹാനവറുകൾ അവിടുന്ന് പറയുന്നതായിട്ട് കാണാം, നിങ്ങളുടെ കത്രികയുടെ സ്വഭാവം നിങ്ങൾ എടുക്കാൻ പാടില്ല. കത്രിക എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ രണ്ടാക്കി മുറിക്കുന്ന സ്വഭാവമാണല്ലോ. നിങ്ങൾ കത്രികയുടെ സ്വഭാവമാകരുത്. നിങ്ങൾ നൂലിന്റെയും സൂചിയുടെയും സ്വഭാവമാകണേ. രണ്ടായി കിടക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ, രണ്ടായി കിടക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെ കൂട്ടിയോജിപ്പിക്കുന്നതാണ് സൂചിയും നൂലും എന്ന് പറയുന്നത്. ആ സ്വഭാവമാണ് നമ്മുടെ ഹൃദയത്തിൽ വേണ്ടത്. ആ സ്വഭാവമാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. ഇതാണ് മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മെ പഠിപ്പിക്കുന്നത്. അതാ മഹാനായ ശാഫിഈ ഇമാം പറയുകയാണ്, നിങ്ങളുടെ മുമ്പിലേക്ക് ഈബത്തും നമീമത്തുമായി കടന്നു വരുന്ന ആളുകളുണ്ടല്ലോ, മറ്റുള്ളവരുടെ പച്ചയിറച്ചി തിന്നുകൊണ്ട് കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് ഈബത്തും നമീമത്തും പറഞ്ഞുകൊണ്ട് പടച്ച റബ്ബേ കടന്നു വരുന്ന ആളുകൾ ഒരിക്കലും തന്നെ നിങ്ങൾ അംഗീകരിക്കാൻ പാടില്ല. നിങ്ങളെ കുറിച്ചിട്ടും അവർ മറ്റുള്ളവരോട് പോയിട്ട് പറയുമെന്നോ. അതാ മഹാനായ ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, നിങ്ങളുടെ മുമ്പിലേക്ക് മറ്റുള്ളവരെ കുറിച്ചിട്ട് മോശത്തരങ്ങൾ പറഞ്ഞിട്ട് കടന്നു വരുന്ന ആളുകളുണ്ടാവും. അവരെങ്ങനെയാണ്, അവരിങ്ങനെ പറഞ്ഞു, അവരിങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ പ്രിയമുള്ളവരെ കടന്നു വരുന്ന ആളുകളുണ്ടാകും. അവരെ കുറിച്ച് നിങ്ങളുടെ ചിന്ത പടച്ചുറപ്പെ, അവര് നിങ്ങളെ കുറിച്ചിട്ടും നാളെ മറ്റുള്ളവരോട് പോയിട്ട് എടാ അവൻ ഇങ്ങനെ പറഞ്ഞു. മറ്റുള്ളവരെ കുറിച്ചിട്ട് അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ഇവൻ എന്തെങ്കിലും കൂടി കൊടുത്തിട്ടുണ്ടാകും, ഇവനെന്തെങ്കിലും ചെറുതായിട്ട് കൂടി കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് പറയും അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ അവൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഭിന്നിപ്പുണ്ടാകുമെന്ന് മഹാനായ ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയാം. അതുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് ഒരാൾ വരികയാണ്, അയാൾ ഇങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരനായ ഇന്നാൾ ഇങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കക്കാരിയായ ഇന്നാളിന് ഇങ്ങനെയൊക്കെയാണ് എന്ന് നമ്മുടെ അയൽവക്കക്കാരിയെയോ നമ്മുടെ ആളുകളെ കുറിച്ചോ എന്തെങ്കിലും മോശത്തരങ്ങൾ വന്നിട്ട് പറഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ അവരോട് നിങ്ങൾ കൂട്ടുകൂടരുത്, അവരെ നിങ്ങൾ വിശ്വസിക്കരുത് എന്ന് മഹാനവറുകൾ അവിടുന്ന് പഠിപ്പിക്കാൻ. തീർന്നില്ലല്ലോ, വീണ്ടും അതാ മഹാനവറുകൾ അവിടുന്ന് പറയുകയാണ്, വമൻ ഇദാ അർളൈതഹു
നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ട് ആരെങ്കിലും ഗീബത്ത് പറയുന്നുണ്ടെങ്കിലോ, ആരെങ്കിലും നമീമത്ത് പറയുന്നുണ്ടെങ്കിലോ, ആരെങ്കിലും മറ്റൊരാളെ കുറിച്ചിട്ട് കളവ് പറയുന്നവനാണെങ്കിലോ, അവനെ നിങ്ങൾ തൃപ്തിപ്പെടുത്തുമ്പോ, അവനെങ്ങാനും നിങ്ങൾ തൃപ്തിപ്പെടുത്തുമ്പോൾ, അവനിക്ക് നിങ്ങൾ പണം കൊടുത്താൽ, അവനിക്ക് നിങ്ങൾ എന്തെങ്കിലും ഗുണം ചെയ്തു കഴിഞ്ഞാൽ, നിങ്ങളെ കുറിച്ചിട്ട് ഫഖാല മാ ലൈസ ഫീക, നിങ്ങളെ കുറിച്ചിട്ടും അവന് ഗുണമേ പറയുകയുള്ളൂ, നിങ്ങളെ കുറിച്ചിട്ടും അവന് നല്ലതേ പറയുകയുള്ളൂ, നിങ്ങളെ കുറിച്ചിട്ടും അവന് നല്ലതേ പറയുകയുള്ളൂ. നിങ്ങളുടെ അയൽവാസിയോട് പോയിട്ട് പറയും അവന് നല്ലവനാണ്, നിങ്ങളുടെ കൂട്ടുകാരനോട് പോയിട്ടും അവൻ നല്ലവനാണ്, നിങ്ങളുടെ ബന്ധപ്പെട്ടവരോട് പോയിട്ട് പറയും അവൻ നല്ലവനാണ്. നേരെയോ നീയെങ്ങാനും അവനോടങ്ങ് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ, നീ അവനോടെങ്ങാനും പിണങ്ങിക്കഴിഞ്ഞാൽ, നിന്നെ കുറിച്ച് നിന്നെ കുറിച്ചിട്ട് അവന് മോശത്തരങ്ങൾ പറഞ്ഞു നടക്കുമല്ലോ. നീ ഇത്ര കാലം ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും പിന്നെ കാര്യത്തിൽ കിടക്കുന്നതല്ല. നിന്നെ കുറിച്ചിട്ട് മോശമായ ചിന്തകൾ പറഞ്ഞു നടക്കുമല്ലോ, നിന്നെ കുറിച്ചിട്ട് പിഴച്ചതായിട്ടുള്ള കാര്യങ്ങൾ പറയുമല്ലോ. എന്നവിടെ നിന്ന് മഹാനായ ഇമാം ശാഫി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മെ പഠിപ്പിക്കുകയാണ്, നമ്മുടെ ജീവിതത്തില് നമ്മളെ കുറിച്ചിട്ട് നല്ലത് പറയപ്പെടാ, മറ്റുള്ളവർക്ക് നമ്മൾ നന്മകൾ ചെയ്യും, മറ്റുള്ളവർക്ക് മുമ്പിൽ നല്ലത് പറയുമ്പോ പടച്ചറബ്ബേ ആ പറയുന്ന ആളുകടുത്തെങ്ങാനും ഒരു നിമിഷത്തേക്ക് നമ്മളങ്ങ് തെറ്റിക്കഴിഞ്ഞാൽ, നമ്മളങ്ങ് മാറിക്കഴിഞ്ഞാൽ, അത് നേരെ തിരിച്ചിട്ട് ഇങ്ങോട്ട് പറയും അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്. ഇവൻ ചിലപ്പോ പറയാനുണ്ടായ കാര്യം, എന്തെങ്കിലും ദേഷ്യപ്പെടാനുണ്ടായ കാര്യം, അത് അവന്റെ കാരണം കൊണ്ട് തന്നെ ആയിരിക്കാം, അവന്റെ എന്തെങ്കിലും മോശത്തരങ്ങളെ കൊണ്ട്, അല്ലെങ്കിൽ അവന്റെ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് വന്നത് കൊണ്ടായിരിക്കും ചിലപ്പോ ഇവൻ ചൂടായിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടുണ്ടാവുക. എന്നാലും അവൻ പറയും അവൻ മോശപ്പെട്ടവനാ, അവൻ അമ്പാൻ പാടില്ല, അവന് വിശ്വസിക്കാൻ പാടില്ല, അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അവൻ എന്നോട് ഇങ്ങനെ ചെയ്തു. അല്ലെ എന്താകും? തിരിച്ചിട്ട് നമ്മൾ പോയിട്ട് പറയും. ചില ആളുകൾ പറയും നേരെ മറിച്ച് ആ ഗുണം ചെയ്യുന്ന സമയത്ത് അല്ലാഹുവേ ഇവന്റെ അത്രക്ക് നല്ലവൻ അവനിക്ക് വേറെ ഉണ്ടാകൂല, ഒന്ന് പേച്ചാ മതി. ഇതാണ് ഇന്ന് മനുഷ്യന്റെ സ്വഭാവം. അതുകൊണ്ട് നമ്മുടെ ഇടപെടലുകളിൽ, നമ്മുടെ സംസാരങ്ങളിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അല്ലാഹു ബോധം തരട്ടെ, അല്ലാഹു തആല നമുക്ക് ബോധം നൽകട്ടെ. ജീവിതത്തിൽ അല്ലാഹു തആല നമ്മുടെ ആഖിബത്ത് അല്ലാഹു തആല നന്നാക്കി തരട്ടെ. നല്ല മനസ്സ് അല്ലാഹു തആല നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ, ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ, ഈ ഒരു ഹദീസ്, ഈ ഒരു വാചകം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. മഹാനായ ഇമാം ശാഫി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മെ പഠിപ്പിച്ചത്, നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഏതൊരാളും അവൻ മറ്റുള്ളവരെ കുറിച്ചിട്ട് ഇല്ലാത്തതും ഇല്ലതുമൊക്കെ പറഞ്ഞു നടക്കുന്നവനാണെങ്കിൽ, എന്റെ പ്രിയമുള്ളവരെ, അവനോട് നമ്മൾ കൂട്ടുകൂടാൻ പാടില്ല. അതാ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഗീബത്ത് പറയുന്നവനെ കുറിച്ചിട്ടാണല്ലോ പഠിപ്പിച്ചത്. അതാ അവിടുന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, നിങ്ങളുടെ സഹോദരന്റെ പച്ചയിറച്ചി തിന്നുന്നതിന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ കൂട്ടുകാരന്റെ പച്ചയിറച്ചി നിങ്ങൾ തിന്നുന്നതിന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? അവനെ തിന്നുന്ന പച്ചമാംസം നിങ്ങൾ അറുത്തിട്ട് നിങ്ങൾ പച്ചയോടെ ഭക്ഷിക്കുന്നത് പോലെയാണ് മറ്റുള്ളവനെ കുറിച്ചിട്ട് ഗീബത്തും നമീമത്തും പറഞ്ഞു നടക്കുന്നതെന്നോ? അതാ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, അവനെ മലർത്തി കിടത്തിയിട്ടോ, അവന്റെ ശരീരത്തിലേക്ക് കയറിയിരുന്നിട്ടോ, അവന്റെ പച്ചമാംസം വലിച്ചു തിന്നുന്നത് പോലെയാണെന്നോ? അതാ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ നാക്കിനെ നമ്മൾ സൂക്ഷിക്കണേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടുന്ന് പഠിപ്പിക്കുകയാണല്ലോ, നിങ്ങളുടെ ശരീരത്തിൽ രണ്ട് അവയവങ്ങളുണ്ട് സ്വഹാബ, നിങ്ങളുടെ ശരീരത്തിൽ രണ്ട് അവയവങ്ങളുണ്ട് സ്വഹാബ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടുന്ന് പറയുകയാ,
ആ അവയവങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് ഞാൻ ജാമ്യം നിൽക്കുമല്ലോ. നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് ഞാൻ ജാമ്യം നിൽക്കുമല്ലോ. ആ രണ്ട് അവയവങ്ങൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന സാധനമാണ്. അതാ അവിടുന്ന് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, നിങ്ങളുടെ ശരീരത്തിലെ എല്ലില്ലാത്ത രണ്ട് അവയവങ്ങള്, ഒന്ന് നാക്കാണ്, ഒന്ന് നിങ്ങളുടെ ഗുഹ്യസ്ഥാനമാണ്. ഈ രണ്ട് അവയവങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് ഞാൻ ജാമ്യം നിൽക്കുമെന്നോ അതാ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തോട് കൂടിയിട്ട് നമ്മൾ ചിന്തിക്കണ്ട, ഗൗരവത്തോട് കൂടിയിട്ട് നമ്മൾ അറിയേണ്ട പരിശുദ്ധമായ പവിത്രമായ രണ്ട് കാര്യങ്ങളാണിത്. പ്രധാനമായിട്ടുമുള്ള കാര്യങ്ങളാണിത്. അതാ പടച്ചറബ്ബേ ദുആക്ക് ഏറ്റവും കൂടുതൽ ഇജാബത്തുള്ള രാത്രിയായിരുന്നു പരിശുദ്ധമായ മുഹറം 10 രാത്രി എന്ന് പറയുന്നത്. ആ രാത്രിയിൽ പടച്ചു തമ്പുരാന്റെ മുമ്പിൽ നമ്മൾ പൊട്ടിക്കരഞ്ഞിട്ട്, നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞിട്ട്, നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞിട്ട്, അല്ലാഹുവേ നമ്മുടെ ആവശ്യങ്ങളെല്ലാം പടച്ചു തമ്പുരാന്റെ മുമ്പിൽ നിരത്തി വെച്ചിട്ട് അല്ലാഹുവോട് പൊട്ടിക്കരഞ്ഞിട്ട് ദുആ ചെയ്ത നമ്മളാ ഒറ്റ നിമിഷം കൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടിയ നന്മകളൊന്നും പൊളിച്ചു കളയുന്ന അവസ്ഥയിലേക്ക് കടന്നു വരരുത്. അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്, ഞങ്ങൾക്ക് ബോധം നൽകണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ജീവിതത്തിന് നല്ലവണ്ണം ശ്രദ്ധിച്ചോ, ജീവിതത്തിന് നല്ലവണ്ണം ശ്രദ്ധിച്ചോ. ഇബ്ലീസ് എന്ന് പറഞ്ഞ അവൻ നമ്മെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണല്ലോ. അവൻ നമ്മെ കൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചലനങ്ങളില്, നമ്മുടെ സംസാരങ്ങളില്, നമ്മുടെ ചിന്തകളില്, നമ്മുടെ നടത്തത്തില്, നമ്മുടെ ഇരുത്തത്തില് ഇബ്ലീസ് നമ്മെ കൂടെയുണ്ടോ, ഇബ്ലീസ് നമ്മെ കൂടെയുണ്ടോ. അതുകൊണ്ട് അവനിക്ക് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരവസരം കൊടുക്കാൻ പാടില്ല. അതിനുള്ള മാർഗം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അതാ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, എന്റെ പ്രിയമുള്ളവരെ, ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സക്കാത്തിന്റെ മുതലുകൾ സൂക്ഷിക്കുന്ന ഡ്യൂട്ടി ഉണ്ടല്ലോ, അതിന് കാവൽ നിൽക്കുന്ന ഡ്യൂട്ടി ഉണ്ടല്ലോ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന് കൊടുത്തപ്പോ, എന്റെ പ്രിയമുള്ളവരെ, അതാ അവിടുന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വൃദ്ധനായ മനുഷ്യൻ ഇങ്ങനെ കടന്നു വന്നിട്ട് അതാ സക്കാത്തിന്റെ മുതലുകൾ ഇങ്ങനെ അപഹരിക്കുകയാണ്. ഒന്നാമത്തെ ദിവസം കടന്നു. അല്ലാഹുവേ അവിടുന്ന് പറഞ്ഞു, നിന്നെ ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകുമല്ലോ. അവിടെ നിന്ന് പറയുകയാ, എന്റെ വീട്ടിനകത്ത് വല്ലാത്ത പ്രയാസമാണ്, എന്റെ വീട്ടിനകത്ത് വല്ലാത്ത പ്രയാസമാണ് പടച്ചറബ്ബേ, അതുകൊണ്ട് നിങ്ങൾ പറയരുത് എന്ന് പറഞ്ഞപ്പോ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ പറഞ്ഞു വിടുകയാണ്. റസൂലുള്ളാഹി ഈ വിവരം അറിഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിവരം അറിഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് ചെന്നപ്പോ പടച്ചറബ്ബേ റസൂലുള്ളാഹി ഈ വിവരം അറിഞ്ഞു. റസൂലുള്ളാഹി പറയുന്നുണ്ട്, അബൂ ഹുറൈറ, ഇന്നൊരുത്തൻ അവിടെ വന്നിട്ടുണ്ടല്ലേ. അതാ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ ഹബീബിനോട് സമ്മതം മൂളിക്കൊണ്ട് അതാ രണ്ടാമത്തെ ദിവസം വന്നു. അന്നും അതാ അതുപോലെ തന്നെ ആ മനുഷ്യൻ ഇങ്ങനെ കടന്നു വന്നു. റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് പേടിയോടുകൂടി പറയുന്നു, വേണ്ട, എന്നെ കൊണ്ടുപോകല്ലേ, എന്നെ കൊണ്ടുപോകല്ലേ, എന്നെ കൊണ്ടുപോയാൽ ഞാൻ വല്ലാത്ത പ്രയാസത്തിലാണ്, പട്ടിണിയാണ് കുടുംബത്തിലെന്ന് പറയുകയാണ്. അതാ അവിടുന്ന് പറയുകയോ, എന്നാൽ നീ പോയിക്കൊള്ളുക, ഇനി ഇത് ആവർത്തിക്കരുത്,
ഇനി ഇത് ഒരിക്കലും തന്നെ ആവർത്തിക്കരുത് എന്ന് റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട സ്വഹാബി അവിടെ നിന്ന് പറയുകയാണ്. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് അടുത്ത റബ്ബേ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, അബൂ ഹുറൈറ നിന്റെ മുമ്പിലേക്ക് ഇന്നും അവന് കടന്നു വന്നിട്ടുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടിക്കൊണ്ട് കടന്നു പോവുകയാ. റസൂലുള്ള പറയുന്നു, അവൻ ഇന്നും വരുമല്ലോ. പടച്ച റബ്ബേ, പിറ്റേ ദിവസമായി അതാ മനുഷ്യന് വീണ്ടും കടന്നു വന്നു. അല്ലാഹുവേ, മൂന്നാമത്തെ ദിവസം ഇത് ആവർത്തിച്ചപ്പോ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇന്ന് നിന്നെ ഞാൻ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകുമല്ലോ. ഇന്ന് നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഇന്ന് നിന്നെ കൊണ്ടുപോകുമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ പടച്ച റബ്ബേ പ്രിയപ്പെട്ട സ്വഹാബിയോട് അവിടെ നീ മനുഷ്യൻ പറയുകയാ, എന്നെ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകല്ലേ, ഞാൻ നിങ്ങൾക്കൊരു ഇൽമ പറഞ്ഞു തരാം, ഞാൻ നിങ്ങൾക്ക് ഈ ഇൽമ പറഞ്ഞു തരാം, നിങ്ങൾ എന്നെ കൊണ്ടുപോകല്ലേ എന്നവിടെ നിന്ന് വിഷമത്തോട് കൂടിയിട്ട് പറയുമ്പോ പടച്ച റബ്ബേ ഇൽമെന്ന് കേട്ട സ്വഹാബത്തിന് അങ്ങനെയാ, വല്ലാത്ത ആവേശമാണ്, വല്ലാത്ത ആനന്ദമാ. ഇൽമിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് മനസ്സ് കൊതിച്ചു പോയി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ, ഇബ്ലീസിന്റെ ശർറിൽ നിന്ന്, ശൈത്താന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അല്ലാഹുവേ, ഈ മനുഷ്യൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, നിങ്ങളുടെ ജീവിതത്തിൽ ഇബ്ലീസിന് ഏറ്റവും കൂടുതൽ പേടിയുള്ള കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ? ഖുർആനിലൊരു ആയത്തുണ്ട്, അല്ലാഹുവേ സൂറത്ത് അല്ലാഹ് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് ഫാത്തിഹ കഴിഞ്ഞാൽ, സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തുള്ള സൂറത്ത് നമുക്ക് കാണുമല്ലോ. അല്ലാഹുവേ പരിശുദ്ധമായ ഖുർആനിൽ നമുക്ക് കാണുന്ന സൂറത്ത്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു കഴിഞ്ഞാൽ ഫാത്തിഹ കഴിഞ്ഞ സൂറത്തുൽ ബഖറ നമുക്ക് കാണുമല്ലോ. ആ സൂറത്തിന്റെ അവസാന ഭാഗങ്ങളിൽ ഒരു ആയത്തുൽ കുർസി എന്ന് പറയുന്ന പവിത്രമായ ആയത്തോ, ആ ആയത്തെങ്ങാനും ഒരാൾ പാരായണം ചെയ്താൽ അല്ലാഹുവേ പടച്ച റബ്ബേ, ഇബ്ലീസിന്റെ ശർറിൽ നിന്ന് അവനിക്ക് കാവലാണെന്നോ ഈ മനുഷ്യൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതാ അവിടുന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് കടന്നു ചെന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ചോദിക്കുന്നു, അബൂ ഹുറൈറ അവൻ ഇന്നും കടന്നു വന്നു അല്ലേ, അവൻ ഇന്നും കടന്നു വന്നു അല്ലേ? അല്ലാഹുവേ അവിടുന്ന് പറയുന്ന നബിയേ, അവിടെ ഉണ്ടായ സംഭവം പറഞ്ഞു കൊടുക്കുകയാണ്, അവിടെ ഉണ്ടായ സമയം അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാ. സംഭവം പറഞ്ഞു കൊടുത്തപ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുന്നു, സ്വഹാബ ആ കടന്നു വന്നത് ആരാണെന്നറിയോ? അതാണ് ഇബ്ലീസ്. അവൻ ഇബ്ലീസ് ആയിരുന്നുവല്ലോ. അവൻ പറഞ്ഞ കാര്യം സത്യമാ സ്വഹാബ. ഇബ്ലീസിന് ഏറ്റവും കൂടുതൽ പേടിയുള്ള ആയത്തോ അത് ആയത്തുൽ കുർസിയാണ്. ശൈത്താന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടാൻ എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് പറ്റുന്ന ഒരു ആയത്താണ് ആയത്തുൽ കുർസിയ. അത് പാരായണം ചെയ്താൽ ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഇബ്ലീസ് ഓടിപ്പോകുമെന്ന്. ആ മനുഷ്യന്റെ വീട്ടിനകത്ത് പിന്നെ ഇബ്ലീസ് നിൽക്കുന്നതല്ല. വീട്ടിന്റെ ഉള്ളറയിൽ കയറുമ്പോ ചൊല്ലിക്കോ, നിങ്ങളുടെ ശരീരത്തിൽ എപ്പോഴും ആ ആയത്തിനെ ഓതിക്കൊണ്ട് നിങ്ങൾ ശരീരത്തിൽ മന്ത്രിച്ചോ, നിങ്ങളുടെ ജീവിതത്തിൽ ശൈത്താന്റെ ശർറ് നിന്നെ ഭവിക്കില്ല, നിന്നെ പിടിപെടില്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിക്കാൻ